ഹലോ ഗായ്സ്, ഞാനിന്ന് വർക്കല വന്നിരിക്കുകയാണ് പാരാഗ്ലൈഡിങ് ചെയ്യാനായിട്ട്. ഇപ്പോൾ പാരാഗ്ലൈഡിങ് ചെയ്തിട്ട് ഇവിടെയാണെങ്കിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട് പാരാഗ്ലൈഡിങ് ചെയ്യാനായിട്ട്. ബീച്ചിലാണെങ്കിൽ സൂര്യൻ അസ്തമിക്കാനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ കുറച്ചു നേരത്തെ കാത്തിരിപ്പിന് ശേഷം അവർ പാരാഗ്ലൈഡിങ് ചെയ്യാനായിട്ട് വിളിച്ചു. അമ്മയാണ് ആദ്യം പോയത് പാരാഗ്ലൈഡിങ് ചെയ്യാൻ. തലയിൽ വെക്കാൻ ഒരു ഹെൽമെറ്റ് ഒക്കെ കൊടുത്ത് അങ്ങനെ ഇതിലാണ് പാരാഗ്ലൈഡിങ് ചെയ്യാൻ പോകുന്നത്. അതിൽ കയറിയിരുന്ന് സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് പറക്കാനുള്ള തയ്യാറെടുപ്പിലിരിക്കുകയാണ്. ഇതിന്റെ ഫ്രണ്ടിൽ ഒരു കമ്പ് ഇരിക്കുന്നതുണ്ട്. ഇതാണ് 360 ഡിഗ്രി ക്യാമറ. ഇതുകൊണ്ട് നമുക്ക് പറക്കുന്ന വിഷ്വൽസ് എല്ലാം കിട്ടും. അങ്ങനെ എഞ്ചിൻ സ്റ്റാർട്ടായിരിക്കുകയാണ്. രണ്ട് പയ്യന്മാർ ചേർന്ന് ചെറുതായിട്ടും തള്ളിക്കൊടുത്തിട്ടിരിക്കുകയാണ്. അങ്ങനെ അതാ ഓക്കെ അതിൻ്റെ അങ്ങനെ അതാ പറന്നിരിക്കുകയാണ്. പറന്ന് താഴെ ഇറങ്ങിയാലേ എനിക്ക് പാരാഗ്ലൈഡിങ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാനും എൻ്റെ ചേട്ടനും കൂടെ അടുത്ത വെയിറ്റിംഗ് ആണ് പാരാഗ്ലൈഡിങ് ചെയ്യാനായിട്ട്. അങ്ങനെ അമ്മ പറന്ന് താഴെ ഇറങ്ങിയിരിക്കുകയാണ്. ഇനി അടുത്ത എൻ്റെ ചാൻസ് ആണ്. അങ്ങനെ ഞാൻ കയറിയിരുന്ന് അങ്ങനെ ഞാൻ പറക്കാൻ പോവുകയാണ്. ഈ പാരാഗ്ലൈഡിങ് ചെയ്യുമ്പോൾ നമ്മൾ പറക്കുന്നതായിട്ട് തോന്നും. അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെ. പറന്ന് നിന്ന് താഴോട്ട് നോക്കുമ്പോൾ ആൾക്കാരെല്ലാം ചെറിയ കൊച്ചു മനുഷ്യർ, കാണാൻ പോലും പറ്റില്ല. എത്രയും പൊടിയാവും ഈ പറക്കുമ്പോൾ ഉള്ളൊരു ഈ ഒരു വ്യൂ. പറയാതിരിക്കാൻ വയ്യ, കിടിലം വ്യൂ തന്നെ. ഈ പറപ്പിക്കുന്ന ആൾ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഓക്കെ അല്ലേ എന്നൊക്കെ, കൈയൊക്കെ വിട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആണ്. ഇങ്ങനെ പറന്നിങ്ങനെ എത്തുമ്പോൾ അവിടെ നിന്ന് കടലിന്റെ സൈഡിലോട്ട് ഒന്ന് തിരിക്കും. അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് തന്നെ. താഴെ നോക്കുമ്പോൾ നല്ല നീല കടല്. അങ്ങനെ കുറച്ചു നേരത്തെ പറക്കലിന് ശേഷം താഴോട്ട് ഇറങ്ങാണ്. ഈ ഇറങ്ങുമ്പോൾ വലത്തോട്ടും ഇടത്തോട്ടൊക്കെ ഇട്ട് ചരിക്കും. അതൊരു ചെറിയൊരു പേടിയൊക്കെ തോന്നുന്നു. ഞാൻ ഈ പറക്കുമ്പോൾ കൂവി വിളിക്കുകയായിരുന്നു. എൻ്റെ പുറകിൽ തന്നെ ചേട്ടനും ഉണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് സീസണിനനുസരിച്ച് ഇവിടെ മാറിക്കൊണ്ടിരിക്കും. 3000-നും 5000-നും ഇടയിലാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. പിന്നെ ഈ വീഡിയോ എടുക്കാൻ എക്സ്ട്രാ പൈസ ആവശ്യമുണ്ട്. ഇറക്കുന്നത് ഇടിച്ചിങ്ങനെ ഇറക്കും. ഇതൊരു പറയാതിരിക്കാൻ വയ്യ വണ്ടർഫുൾ എക്സ്പീരിയൻസ്. ഇവിടെ നിന്ന് വർക്കല വരുമ്പോൾ എന്തായാലും ചെയ്തിരിക്കണം. മസ്റ്റ് ട്രൈ. പാരാഗ്ലൈഡിങ് എല്ലാം കഴിഞ്ഞത് എലിക്സറിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു സെറ്റ് വഴിയാണ്. ഇതുവഴിയാണ് കയറി വന്നത്. ഈ ഗുഹയിൽ കൂടെ കയറി എലിക്സർ റിസോർട്ടിന്റെ ഫ്രണ്ടിലെത്തും. നാളെ കയറുന്ന വ്യൂ ഇതാണ് വർക്കലയിലെ എലിക്സർ റിസോർട്ട്. പാരാഗ്ലൈഡിങ്ങിന് പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് അവിടെ വന്നിട്ട് ഒരു കോഫി സ്നാക്സ് ഒക്കെ കഴിച്ചായിരുന്നു. അത് കഴിഞ്ഞ് ഇതുവഴിയാണ് തന്നെ താഴ്ത്ത് പോയത്. പിന്നെ ഇതുവഴി തന്നെ കയറി വന്നു. ഫുഡ് സെറ്റാണ് എലിക്സർ റിസോർട്ടിലെ. അങ്ങനെ കുറച്ച് നേരം ഇവിടെയും സ്പെൻഡ് ചെയ്ത് അങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങി. പിന്നെയും തയ്യാറിൽ കയറാൻ പോവാണ്. ഇപ്പോൾ വർക്കലയിലെ സ്കൈ ഡൈനിങ് കയറി വന്നിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഫുഡ് കഴിക്കണം. വീണ്ടും മേറിൽ പുറകിൽ നിൽക്കുന്ന 2 തെങ്ങിനേക്കാളും പൊക്കത്തിൽ നിന്നാണ് ഫുഡ് കഴിക്കാൻ പോകുന്നത്. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിൽ നിൽക്കുകയാണ്. ഇപ്പം അവിടെ വേറെ ബാച്ച് കയറിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി 7:30 പറ്റത്തുള്ളൂ. ഇപ്പം സമയത്ത് 7 മണി ആയതേ ഉള്ളൂ. 45 മിനിറ്റ് ഫ്ലൈറ്റ്. 200 അടിക്ക് മുകളിൽ സീ ലെവൽ. 24 പേർക്ക് ഇരിക്കാൻ പറ്റും. 360 പാനോറമിക് വ്യൂ ഉണ്ട്. പിന്നെ ഫുഡ് ഇൻക്ലൂഡ് ആണ് ഇവിടെ. 2028 റൈഡിങ് ഉണ്ട്. പിന്നെ കുറച്ചു നേരം ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് കഫേ മാരിസോളിൽ കയറി ടീ ഓർഡർ ചെയ്തു. താഴെ ഇവിടെ നിന്ന് ഒരു ബ്രോ തിരിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇവിടെ കിടന്നത് 360 ഡിഗ്രി കിടന്നത്. ആദ്യം തന്നെ ഒരു ബട്ടർ പീ ഫ്ലവർ ടീ കൊണ്ടുവന്നു. ഇത് ഹണിയാണ്. മധുരം നമ്മൾ ഫ്രഷ് ഉള്ളതുകൊണ്ട് ഹണിയാണ് ചേരുന്നത്. സൺസെറ്റിന്റെ ടൈമിൽ അവരുടെ കയ്യിലിരിക്കുന്ന കപ്പും നമ്മുടെ ആകാശവും ഒരേ കളർ എന്നുള്ള കൺസെപ്റ്റിലാണ് നമ്മൾ ഏതെങ്കിലും ഒരു കപ്പിലെ നാരങ്ങ ഇപ്പോഴാണ്. ആ കപ്പിനെ കയ്യിലെടുക്കാമോ? ഈ കപ്പ് ഒന്ന് കയ്യിൽ പിടിക്കാമോ? ഡിഫറൻസ് അറിയാൻ പറ്റും. ഇപ്പൊ നമ്മള് സൺസെറ്റ് സമയത്ത് യെല്ലോ കളറും ഈ ഷെയ്ഡാണല്ലോ വരുന്നത്. അപ്പൊ ആ ഒരു തീമിന് വേണ്ടിയിട്ടാണ്, കപ്പിൾസിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ചെയ്തേക്കുന്നത്. അങ്ങനെ എയറിലിരുന്നവർ താഴെ ഇറങ്ങിയിട്ടുണ്ട്. അടുത്ത് നമ്മളെ ചാൻസ് ആണ്. ഞാനൊരു കെമോലിൻ ടീ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കൊണ്ടുവന്നു. ഇത് കുടിച്ചാൽ പെട്ടെന്ന് ഉറക്കം വരും, അതാണ് ഇതിന്റെ പ്രത്യേകത. അങ്ങനെ അതും കുടിച്ച് പെട്ടെന്ന് തന്നെ. അങ്ങനെ സമയം ഇപ്പോൾ 7:30 ആയിട്ടുണ്ട്. ഇനി ഇതിൽ കയറിയിരിക്കണം.
അങ്ങനെ ഇതിൽ കയറിയിരുന്ന് പിന്നെ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് അവർ തന്നെ ഇട്ട് തരും സീറ്റ് ബെൽറ്റ് എല്ലാം. ഏതാനും നിമിഷങ്ങൾക്കകം എയറിൽ കയറുന്നതായിരിക്കും നമ്മൾ. ഇവിടെ നല്ല പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ അവർ തന്നെ നമുക്കൊരു വീഡിയോ എടുത്ത് തന്നു. ഇതിൽ നമ്മൾ മാത്രമല്ല വേറൊരു ഫാമിലിയും കൂടെ ഉണ്ട്. അങ്ങനെ ഇത് പയ്യെ പൊങ്ങി തുടങ്ങി. വലിയ സ്പീഡിലൊന്നുമില്ല, പതുക്കെയാണ് ഇത് പൊങ്ങുന്നത്. അയ്യോ ഇറക്കുന്നത് പോലെ ഒരു തോന്നലില്ലേ? തിരികെ പുറകിലൊക്കെ ചെറിയൊരു ചെടിയാണ്. ഇവിടെ ഈ സൈഡ് ഒരു ചെടി, ചെറിയൊരു ചെടിയാണ്. നമ്മൾ ഇത്ര ഹൈറ്റിലിരിക്കുമ്പോൾ പുറകിൽ കേൾക്കുന്ന പാട്ട് രോമാഞ്ചം സിനിമയിലെ ആദരാഞ്ജലികൾ സോങ് ആണ് കേട്ടോണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് നല്ല പാട്ട്, നിങ്ങൾക്ക് ആദരാഞ്ജലികൾ നേരട്ടെ. ആദരാഞ്ജലികൾ സെറ്റ് പാട്ട്, നല്ല പാട്ട് തന്നെ. നിങ്ങൾക്ക് ആദരാഞ്ജലികൾ നേരട്ടെ എന്ന്. ആദരാഞ്ജലികൾ നേരട്ടെ. ആദരാഞ്ജലി സോങ് കേട്ട് നല്ല വൈബ് അടിച്ച് ഈ ഹൈറ്റിലിരിക്കുകയാണ്. അതൊരു പ്രത്യേകതരം വൈബ് തന്നെ ഇത്. ഇപ്പോഴും ഇവിടെ ഇങ്ങനെ ഇപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു തലകറക്കവും കാലിനൊരു പിരിപ്പും ഉണ്ട്. സെറ്റ് ആ പൊന്നോ, താഴോട്ട് നോക്കുമ്പോഴാണ് സെറ്റ്. താഴോട്ട് നോക്കി. ഇന്ന് മൊത്തം എയറിലാണ്. എന്താന്നറിയില്ല, ഇന്ന് മൊത്തം എയറിലാണ്. ഇടിയിട്ടിട്ട് കേരള പോകുന്നു. അങ്ങനെ നമുക്ക് കുടിക്കാൻ ഒരു ജ്യൂസ് കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ ജ്യൂസ് കുടിക്കണം. അതിൻ്റെ ഒപ്പം തന്നെ ചെറിയ സ്നാക്സ് ഐറ്റം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. വാട്ടർ മെലോൺ, പൈനാപ്പിൾ, ഫ്രഞ്ച് ഫ്രൈസ്, നഗറ്റ്സ് ഇതെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഇതെല്ലാം ഇരുന്ന് കഴിച്ച് ഈ സീറ്റ് ബാക്കിലോട്ട് നല്ല ചരിക്കുക. അങ്ങനെ ഞാൻ ചരിച്ച് കുറച്ച് നേരം കടന്ന് അങ്ങനെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തപ്പോഴേക്കും 45 മിനിറ്റായി. ഇനി ഇവിടെ നിന്ന് താഴോട്ട് ഇറങ്ങണം. അങ്ങനെ ഇത് മെല്ലെ താഴോട്ട് ഇറക്കാൻ തുടങ്ങി. വലിയ സ്പീഡിലൊന്നുമില്ല, പതുക്കെയാണ് താഴോട്ട് ഇറക്കുന്നത്. അങ്ങനെ ഇവിടെ നിന്ന് താഴോട്ട് ഇറങ്ങി. വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഇതിൻ്റെ പുറകിലൊരു ബുഫേ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മെയിൻ കോഴ്സ് എയറിൽ നിന്ന് കഴിച്ചില്ല, താഴെ ഇറങ്ങി കഴിക്കാൻ തന്നെ വിചാരിച്ചത്. എൻ്റെ അത് കയറി ആദ്യം തന്നെ ഒരു സൂപ്പ് എടുത്ത്, പിന്നെ ഇവിടെ കൂടുതലും നോർത്ത് ഇന്ത്യൻ ഡിഷസ് ആയിരുന്നുകൊണ്ട് ഒരു സ്മോൾ പോർഷനിൽ അതും എടുത്ത്. അങ്ങനെ അതെല്ലാം കഴിച്ച് ഇപ്പോൾ ക്ലിഫിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഇടവഴിയിലൂടെയാണ് നടക്കുന്നത്. ഇവിടെയാണ് ഇരുട്ടാണ്. ഈ സൈഡൊക്കെ ക്ലിഫിലോട്ട് പോകുന്ന വഴിയെല്ലാം നല്ല ഇരുട്ടാണ്. അങ്ങനെ നടന്ന് ക്ലിഫിലെത്തി. ഇവിടെ ഒരു സൈഡിൽ ഡ്രസ്സും ഇവിടെ കഫേയുമാണ് കൂടുതലുള്ളത്. നടന്നു പോകുന്ന വഴിക്ക് കണ്ട ഒരു മീനാണിത്. അത്യാവശ്യം നല്ല വലിയ മീൻ. പേരൊന്നും അറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് പേരറിയെങ്കിലും താഴെ കമന്റ് ചെയ്യുക. ഈ ക്ലിഫിൽ നിന്ന് ഈ ലൈറ്റിന്റെ വെട്ടത്തിൽ ബീച്ച് കാണാൻ നല്ല രസമുണ്ട്. കുറച്ചു നേരം അത് നോക്കിയിരുന്ന് പിന്നെ അവിടെ നിന്ന് നടന്ന് നേരെ ഡാർജിലിംഗ് കഫേയിലെത്തി. ഈ കഫേയിലെ മെനു കാർഡാണിത്. വെള്ളം മാത്രമുണ്ട് 100 താഴെയുള്ളത്. പിന്നെ അവിടെ നിന്ന് ഓരോ ജ്യൂസ് ഓർഡർ ചെയ്ത് ഞാനൊരു ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക് ഓർഡർ ചെയ്തു. പിന്നെ അതെല്ലാം കുടിച്ച് കുറച്ച് കഴിഞ്ഞതും മീൻ കൊണ്ടുവന്നു. 2 ടൈപ്പ് ഫിഷ് ഫ്രൈ കൊണ്ടുവന്ന്. ഇവിടുത്തെ ഫുഡെല്ലാം കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇവിടെ നല്ല ലൈവ് മ്യൂസിക് ഉണ്ട്. മ്യൂസിക് എല്ലാം കേട്ട് ഫുഡും കഴിച്ച് എന്നെ ഇവിടെ നിന്ന് വീട്ടിൽ പോയി. ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റും പറയുക.